ഒരു ഹാപ്പിനെസ് പറഞ്ഞാൽ എനിക്ക് എന്ത് തരും? പൈസ വെച്ച് വേറെ എന്തും തരും. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഓണം ബമ്പർ അടിച്ചു. ബമ്പറോ? നമുക്ക് തിരുവോണത്തിനൊന്നും വർക്കില്ല. പോടാ. കാര്യമായിട്ടും പകരം ഓണാഘോഷവും ഗിഫ്റ്റ് ബോക്സ് കൈമാറലും മാത്രമേ ഉള്ളൂ. എന്ത് ഗിഫ്റ്റ്? വെളിച്ചെണ്ണ. വിളിച്ചോ? ഇപ്പൊ സ്വർണ്ണത്തിനേക്കാളും വില വെളിച്ചെണ്ണക്കല്ലേ? വെളിച്ചെണ്ണയാണ് ഗിഫ്റ്റ്. ഞാൻ പോയാണ്. കേക്കത് നമ്മൾ രാവിലെ, അതായത് തിരുവോണത്തിനന്ന് രാവിലെ നമ്മൾ കുളിച്ച് പുറയും തൊട്ട് നേരെ കമ്പനിയിലേക്ക് എത്തുന്നു. ഗിഫ്റ്റ് ബോക്സുകൾ കയറ്റുന്നു. നമ്മൾ നേരെ വിടുന്നു. എവിടേക്ക്? എവിടെ? ആലപ്പുഴ. ആലപ്പുഴയിൽ നിന്നാണ് വള്ളംകളിയാണോ? വള്ളംകളിയല്ല, ആലപ്പുഴയിൽ നമ്മൾ ഗിഫ്റ്റ് ബോക്സ് ഇറക്കുന്നു. അവിടെ എന്താ മത്സരം? ഓണപ്പൂക്കള മത്സരം. ഓണപ്പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുന്നു. ആ പ്രൈസ് അടിക്കുന്നു. ആ ഗിഫ്റ്റ് ബോക്സുകളെല്ലാം കെട്ടുന്നു. നേരെ വിടുന്നു. എവിടേക്ക്? എവിടെ? അതെ, കോട്ടയത്തോട്ടാ. കോട്ടയത്ത് കോട്ടയത്ത് തന്നെ അപ്പങ്കടിയാ. അപ്പങ്കടിയിൽ നമ്മൾ മത്സരിച്ച് പ്രൈസ് അടിച്ച് നമ്മൾ ആ ഗിഫ്റ്റ് ബോക്സുകളെല്ലാം കേട്ട് നമ്മൾ നേരെ അങ്ങ് വിടുക. എവിടെ? പത്തനംതിട്ട. നല്ല സ്ഥലമാണ്. പത്തനംതിട്ടയിൽ നേരെ ഗിഫ്റ്റ് ബോക്സുകളൊക്കെ ഇറക്കിയിട്ട് അവിടെ എന്താ പരിപാടി? സദ്യ. സദ്യ കഴിക്കണം മോനെ. സദ്യ മത്സരമല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നേരെ പോണത് കൊല്ലത്തേക്ക്. കൊല്ലത്ത് അടി. തലേണയടി. തലേനടിയിൽ പങ്കെടുക്കുന്നു. പ്രൈസ് അടിക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അവന്മാര് തരുമെന്ന് അറിയില്ല. അത് നമുക്ക് വിടാം. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോണത് എവിടേക്കാ? എവിടേക്ക്? അല്ല, തിരുവനന്തപുരത്തോട്ട്. തിരുവനന്തപുരത്തോട്ട് നേരെ ചെന്ന് നമ്മുടെ ഗിഫ്റ്റ് ബോക്സുകളെല്ലാം ഇറക്കി വെച്ചിട്ട് എന്തിനാണ് പരിപാടി? അവിടെ വടംവലിയാണ്. വടംവലിയിൽ നമ്മൾ പ്രൈസ് അടിച്ച് നമ്മൾ ആ ഗിഫ്റ്റ് ബോക്സുകളെല്ലാം കേട്ടിട്ട് നമ്മൾ നേരെ വിടുന്നതോടുകൂടി എന്തൊരു ഓണപരിപാടി അവിടെ തീരുകയാണ് കേട്ടോ. എടാ, ഇത് ഡ്യൂട്ടി തന്നെയല്ലേ? എന്റെ ചേട്ടൻ നമ്മുടെ ഡ്യൂട്ടി ഇതല്ല. ഇത് നമ്മുടെ ഓണാഘോഷ പരിപാടിയും പിന്നെ ഗിഫ്റ്റ് ബോക്സ് വിതരണമാണ്. ശരി, എന്തെങ്കിലും ആവട്ടെ, നോക്കാം നമുക്ക്. ആ കൊല്ലത്തെ മറ്റേ തലേനടി മത്സരം പോയാലും വേണ്ടില്ല. പക്ഷെ തിരുവനന്തപുരത്തെ ഒപ്പനവനെ വേണ്ടിയില്ല നമ്മുടെ വടംവലി വിട്ടു കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ എനിക്കാണ് അണ്ണ പ്രാക്ടീസ്. നിങ്ങൾ